മാറി നോക്കുക കൂട്ടരേ, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി തട്ടിമുട്ടി ജീവിതം പാഴാക്കലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തുണ്ട് കൂട്ടുകാരെ വിശേഷം? കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പുള്ളിമാൻ. എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് നമുക്ക് ഈശോയുടെ ഒരു കഥ കേട്ടാലോ? ഈശോ പ്രവർത്തിച്ച ഒരു അത്ഭുതത്തെ പറ്റി നമുക്കിന്ന് കേൾക്കാം. കഥ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? മയിലിന്റെ പേരെന്താ? എന്റെ പേരാണ് ജുവൽ. ഏത് കാട്ടിൽ നിന്നാ വരുന്നത്? പുളിയനം കാട്. മാനിന്റെയോ? അലാന. ഏത് കാട്ടിൽ നിന്നാ വരുന്നത്? അകപ്പറമ്പ്. തത്തമ്മയുടെയോ? സാറ. ഏത് കാട്ടിൽ നിന്നാ വരുന്നത്? കാലടി. ആനക്കുട്ടന്റെ പേരെന്താ? അമീലിയ മേരിറ്റും. ഏത് കാട്ടിൽ നിന്നാ വരുന്നത്? അങ്കമാലി. നമുക്ക് കഥ കേട്ടാലോ? യേശുവിന്റെ ജീവിത കാലഘട്ടത്തില് വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുക, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുക, കേൾക്കുവാൻ സാധിക്കുന്നില്ലാത്തവർക്ക് കേൾവി കൊടുക്കുക, അതുപോലെ തന്നെ തളർവാദ രോഗികളെയും മുടന്തരെയും എല്ലാം സുഖപ്പെടുത്തുക. അതുപോലെ വളരെയധികം അത്ഭുതങ്ങൾ യേശു പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിച്ച ഒരു അത്ഭുതത്തെ പറ്റി നമുക്കിന്ന് കേട്ടാലോ? യേശു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. കുഷ്ഠരോഗി എന്നാൽ ആരാണെന്നറിയാമോ? ആരാ കുഷ്ഠരോഗി? കുഷ്ഠം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ബാധിച്ചവരെയാണ് നമ്മൾ കുഷ്ഠരോഗികൾ എന്ന് വിളിക്കുന്നത്. ഈ കുഷ്ഠം ബാധിച്ചവർ ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണെന്നാണ് ആ സമയത്തെ ആളുകൾ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഗ്രാമങ്ങൾക്ക് പുറത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ശരീരങ്ങളിൽ മുഴുവൻ വ്രണങ്ങളായിരുന്നു. ആരും കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. പാവങ്ങൾ. അവർ ഗ്രാമത്തിലും നാടിൻ്റെയൊക്കെ പുറത്താണ് താമസിച്ചിരുന്നത്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ ആരെങ്കിലും നഗരത്തിന്റെ ഒരു മൂലയിൽ കൊണ്ടുവയ്ക്കും. അതെടുക്കുന്നതിനായി അവർ ഗ്രാമത്തിൽ വരുമ്പോൾ അവർ ഒരു മണി മുഴക്കി വേണമായിരുന്നു വരാൻ. എന്തിനാണെന്നറിയാമോ? ആ മണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ മറ്റുള്ള ആളുകൾ മാറി നിൽക്കും, കുഷ്ഠരോഗിയെ കാണാതിരിക്കുന്നതിനായിട്ട്. അങ്ങനെ അവർ വന്ന് ഭക്ഷണം എടുത്ത് ഗ്രാമത്തിന് പുറത്തു പോയി അവരുടെ വിജനമായ പ്രദേശത്ത് പോയി അവർ ഭക്ഷണം കഴിക്കും. അങ്ങനെയാണ് കുഷ്ഠരോഗികൾ ജീവിച്ചിരുന്നത്. അവരെവിടെയാ താമസിച്ചിരുന്നത്? ഈ കുഷ്ഠരോഗികളുടെയും ദരിദ്രരുടെയും അടുത്താണ് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തത്. യേശു ഒരിക്കൽ നഗരത്തിൽ ശിഷ്യന്മാരോടൊപ്പം കടന്നു പോകുകയായിരുന്നു. യേശു പോകുന്നതറിഞ്ഞ് ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ ധൈര്യം സംഭരിച്ച് വന്നു. അപ്പോൾ യേശുവിനോട് കുഷ്ഠരോഗി പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അപ്പോൾ യേശു അവനോട് അലിവ് തോന്നി അവനെ ഒന്ന് സ്പർശിച്ചു. അപ്പോഴേക്കും കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറി. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇവൻ ആരാണ്? ഒന്ന് തൊട്ടപ്പോഴേക്കും കുഷ്ഠരോഗിയുടെ കുഷ്ഠമൊക്കെ മാറുന്നല്ലോ. അതുമല്ല, ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ് കുഷ്ഠരോഗികൾ. ഈ കുഷ്ഠരോഗികളുടെ അടുത്താണല്ലോ യേശു അടുത്ത് പെരുമാറുന്നതെന്നൊക്കെ ഓർത്തപ്പോൾ ജനങ്ങൾക്ക് അതിശയമായി. ഇവൻ ആരായിരിക്കും? പക്ഷേ യേശു ഇതൊന്നും ഗവനിച്ചില്ല. യേശു കുഷ്ഠരോഗികളുടെയും ദരിദ്രരുടെയും അടുത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. കുഷ്ഠം മാറിയ കുഷ്ഠരോഗി അപ്പോൾ എന്താ ചെയ്തത്? കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറിയപ്പോൾ കുഷ്ഠരോഗിക്ക് വളരെയധികം സന്തോഷമായി. അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞു. എൻ്റെ രോഗാവസ്ഥകളെല്ലാം മാറി. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, നീ ചെന്ന് നിന്റെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. നീ ശുദ്ധനായെന്ന് അവർക്ക് തിരിച്ചറിയുമ്പോൾ നിന്നെ അവർ സമൂഹത്തിൽ പ്രവേശിപ്പിക്കുമെന്ന്. അങ്ങനെ അവൻ സന്തോഷത്തോടെ യേശുവിനോട് നന്ദി പറഞ്ഞ് തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോയി. ഇതുപോലെ തന്നെ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, ആരാത്? ഫ്രാൻസിസ് അസീസിയാണ് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ആ വിശുദ്ധൻ. ഫ്രാൻസിസ് അസീസിയും യേശു ക്രിസ്തുവിനെ പോലെ തന്നെ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയാണ് ഫ്രാൻസിസ് അസീസിയും യേശുവിനെ പോലെ തന്നെ കുഷ്ഠരോഗികളുടെ ഇടയിലാണ് ജീവിച്ചു കൊണ്ടിരുന്നത്.
പക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ ഫ്രാൻസിസ് അസീസിക്ക് കുഷ്ഠരോഗികളെ വളരെയധികം ഭയമായിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് അസീസി ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കും, കർത്താവേ, അങ്ങ് കുഷ്ഠരോഗികളുടെ ഇടയിലാണല്ലോ താമസിച്ചു കൊണ്ടിരുന്നത്, പക്ഷെ എനിക്ക് ഇപ്പോഴും അവരെ കാണുമ്പോൾ ഭയമാണ്. എൻ്റെ ഈ ഭയം അങ്ങ് മാറ്റിത്തരണമേ എന്ന് അദ്ദേഹം എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. കുഷ്ഠരോഗികളെ കണ്ട ഫ്രാൻസിസ് അസീസി എന്താ ചെയ്തത്? അങ്ങനെ പ്രാർത്ഥിച്ച് ഫ്രാൻസിസ് അസീസിക്ക് കുറച്ച് ധൈര്യം സംഭരിച്ചു. ഒരിക്കൽ ഫ്രാൻസിസ് അസീസി തൻ്റെ സഹോദരങ്ങൾക്ക് ഭക്ഷണം ശേഖരിക്കുന്നതിനായി നടന്നു പോകുകയായിരുന്നു. ആ നടന്നു പോകുന്ന വഴിയിൽ നഗരത്തിലെ പാത തീർന്ന് ഒരു കാടിൻ്റെ വഴിയിലേക്ക് അസീസി പ്രവേശിച്ചു. അപ്പോഴേക്കും ഒരു മണിയൊച്ച കേട്ടു. എന്തായിരിക്കും ഈ മണിയൊച്ച? അതെ, കുഷ്ഠരോഗി വരുന്ന ഒച്ചയായിരുന്നു ആ കേട്ടിരുന്നത്. ഫ്രാൻസിസ് അസീസിക്ക് ഇപ്പൊ ധൈര്യമുണ്ടല്ലോ അല്ലേ കുഷ്ഠരോഗിയെ കാണുന്നതിനായിട്ട്. ഫ്രാൻസിസ് അസീസി അവിടെ തന്നെ നിന്നു. അപ്പോൾ ആ കുഷ്ഠരോഗി മുൻപോട്ട് കടന്നു വരികയും ഫ്രാൻസിസ് അസീസിനെ കണ്ടപ്പോഴേക്കും തിരിഞ്ഞോടുകയും ചെയ്തു. ഫ്രാൻസിസ് അസീസി എന്ത് ചെയ്തെന്നറിയാമോ? പുറകെ പോയി കുഷ്ഠരോഗിയെ സഹോദര എന്ന് വിളിച്ച് അവന്റെ വ്രണങ്ങളിൽ മരുന്ന് വെച്ച് കൊടുക്കുകയും അവനെ പരിചരിക്കുകയും ചെയ്തു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മൾ രോഗികളായവരെ ഒരിക്കലും വെറുക്കരുത്. അതെ, നമ്മുടെ ചുറ്റുമുള്ള ആരുമായിക്കോട്ടെ രൂപത്തിലോ ഭാവത്തിലോ അല്ല കാര്യമിരിക്കുന്നത്, പ്രവൃത്തിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും വെറുക്കുവാൻ പാടില്ല, അവരെ സ്നേഹത്തോടെ പരിചരിക്കണം. ഫ്രാൻസിസ് അസീസിയും യേശു ക്രിസ്തുവും ചെയ്തതുപോലെ. എന്ത് രസമല്ലേ കൂട്ടുകാരെ നമ്മുടെ കാട്ടിലെ കൂട്ടുകാരെ കാണാൻ. പുള്ളിമാൻ പറയുന്ന കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? എനിക്ക് ഒത്തിരി ഇഷ്ടാ. ഡെമിലേക്ക് ഇഷ്ടമാണോ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നല്ല മെസ്സേജ് ഉള്ള കഥയല്ലേ പുള്ളിമാൻ പറയുന്നത്. എങ്കിൽ കൂട്ടുകാരെ, നമുക്കിന്നൊരു ബൈബിൾ വാക്യം കാണാതെ പഠിച്ചാലോ? കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. സങ്കീർത്തനങ്ങൾ 105. കൂട്ടുകാരെ, നിങ്ങൾ ഈ ബൈബിൾ വചനം കാണാതെ പഠിക്കില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? മലക്കേ. ഹായ് അന്നമോളെ. ഹായ് മലക്കേ. അന്നമോൾ എന്തിനാ പേടിച്ചോടി വന്നത്? എന്താ എന്റെ അന്നമോൾ കണ്ടത്? അതൊരു ജീവിയാ മലക്കേ. അതെന്ത് ജീവിയാ അന്നമോളെ? വീട്ടിലെ ഭിത്തിയിലൊക്കെ കാണുന്ന ഒരു ജീവിയില്ലേ, അതാ മലക്കേ. വല കെട്ടി അതിൽ ജീവിക്കുന്ന ജീവിയാണോ അന്നമോളെ? അതേനെ. അന്നമോൾ കണ്ട ആ ജീവിയുടെ പേരെന്താണെന്നോ? എന്താ മലക്കേ? ചിലന്തി എന്നറിയപ്പെടുന്ന ഒരിനം ജീവിയാണിത്. 8 കാലുകളുള്ള ചിലന്തിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് അന്നമോളെ. എന്താ അത്? 8 കാലി. നല്ല പേരാണല്ലോ അത്. പിന്നുണ്ടല്ലോ അന്നമോളെ, ഈ 8 കാലി അഥവാ ചിലന്തി ആള് പാവമാട്ടോ. അപ്പോ അത് കടിക്കൂലേ? ഇല്ലല്ലോ അന്നമോളെ, അതൊക്കെ ആളുകൾ പറഞ്ഞു പരത്തുന്ന ഒരു കാര്യമാണെന്നേ. ലോകത്തിലാകമാനമായി 114 ചിലന്തി കുടുംബങ്ങൾ ഉണ്ട്. അതിൽ തന്നെ 3935 ജനുസുകളുമുണ്ട്. അങ്ങനെ ആകെ മൊത്തം 44,906ഓളം ചിലന്തികളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ശാസ്ത്രജ്ഞന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചിലന്തികൾ 2 തരത്തിലുണ്ട്, വല നെയ്യുന്നവയും വല നെയ്യാത്തവയും. വല നെയ്യുന്നവരിൽ ചിലർ ഇരയെ പിടിക്കാൻ വേണ്ടിയും വേറെ ചിലരാണെങ്കിൽ കൂടുണ്ടാക്കാനും മുട്ടസഞ്ചി ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുമാണ് വല നെയ്യുന്നത്. അത് കൊള്ളാമല്ലോ മലക്കേ. വേറൊരു സംഗതി അന്നമോൾക്കറിയണോ? എന്താ മലക്കേ? നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ ചിലന്തികൾക്ക് 8 കണ്ണുകളുണ്ട്. എന്തമ്മോ, 8 കണ്ണുകളോ? അതെന്നെ, 4 വീതമുള്ള 2 നിരയായാണ് അത്തരം ചിലന്തികളുടെ കണ്ണ്. മറ്റുള്ള ചിലന്തികൾക്ക് 2, 4, 6 കണ്ണുകളാണ് ഉള്ളത്. രാത്രി കാഴ്ചയ്ക്കും പകൽ കാഴ്ചയ്ക്കും വെവ്വേറെ കണ്ണുകളാണ് ചിലന്തികൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഗുഹകളിൽ കാണുന്ന ഇനം ചിലന്തികൾക്ക് കണ്ണുകളേ ഇല്ല. പാവങ്ങൾ.
അത്ര പാവമൊന്നുമല്ല ഇന്ത്യക്ക് പുറത്തെ രാജ്യത്തുള്ള ചില ഇനം ചിലന്തികൾ. മനുഷ്യർക്ക് ഹാനികരമായ വിഷമുള്ള 3 തരം ചിലന്തികൾ ലോകത്തുണ്ട് അന്നമോളെ. അതെവിടെയാ മലകെ ആ ചിലന്തി ഉള്ളത്? വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും യൂറോപ്പിലുമുള്ള റെക്യൂസ് ചിലന്തിയും ഓസ്ട്രേലിയയിലെ ഫണൽ ചിലന്തിയുമാണ് വിഷമുള്ള ചിലന്തികൾ. ഈ ചിലന്തികൾ എങ്ങനെയാ മലകെ വലയുണ്ടാക്കുന്നത്? ചിലന്തികളുടെ വയറ്റിൽ 7 തരം സിൽക്ക് നൂൽ ഗ്രന്ഥികളുണ്ട്. ചിലന്തികളുടെ നൂൽ ഉൽപാദന അവയവമായ കൃബല്ലത്തിലൂടെ വളരെയേറെ പ്രത്യേകതകളുള്ളതും പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നതുമായ സിൽക്ക് നൂലുകൾ പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തു വരുന്ന നൂലുകൾ പിരിഞ്ഞിരിക്കുന്നതിനായി ചിലർക്ക് കാലിന്റെ അറ്റത്തായി ചീപ്പ് പോലെയുള്ള പല്ലുകളുണ്ട്. സാധാരണയായി അന്നമോൾ കാണുന്ന ഒരു ചിലന്തി നൂൽ ആയിരക്കണക്കിന് ചെറുനൂലുകൾ പിരിച്ചു ചേർത്ത് ഉണ്ടാക്കിയവേ അന്നമോളെ. വല നെയ്യുന്ന ചിലന്തികളുടെ കാലുകളുടെ അറ്റത്തായി 3 നഖങ്ങളുണ്ട്. അതിൽ നടുവിലുള്ള ചെറിയ നഖങ്ങൾ ഉപയോഗിച്ചാണ് വലയിലൂടെ ചിലന്തികൾ നടക്കുന്നത്. വല കെട്ടാത്ത ചിലന്തികളിൽ കാലുടെ അറ്റത്ത് കട്ടിയുള്ള രോമങ്ങൾ കൂടിച്ചേർന്നിരിക്കും. അതുപയോഗിച്ചാണ് അവർ ഭിത്തിയിലൂടെയും മറ്റു മിനുസമുള്ള പ്രതലങ്ങളിലൂടെയും നടക്കുന്നത്. അപ്പോൾ ഈ ചിലന്തികൾ ഒരു സംഭവമാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? എങ്കിൽ എൻ്റെ അന്നമ്മൾ ചിലന്തികളെ പേടിക്കാതെ വേഗം വീട്ടിലേക്ക് പൊയ്ക്കോട്ടോ. ഇപ്പൊ എന്റെ പേടി പോയി മലക്കേ. മിടുക്കി. എങ്കിൽ പിന്നെ കാണാം അന്നമോളെ. ബൈ മലക്കേ. ബൈ അന്നമോളെ. ബൈ. കൂട്ടുകാരെ, എന്ത് കുസൃതി കുടിക്കല്ലേ നമ്മുടെ അന്നമോള്. എന്തായാലും അന്നമോളുടെ സംശയം കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടല്ലേ? അതെ ഡെമിലിയ, അന്നമോളുടെ സംശയം കാരണം എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എനിക്കും അങ്ങനെയാ ക്രിസ്റ്റീന. എങ്കിൽ ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നോക്കിയാലോ? ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ വക 1000 ജന്മദിനാശംസകൾ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഡാൻസ് കാണാൻ ഇഷ്ടമാണോ? എനിക്ക് ഒത്തിരി ഇഷ്ടാ. ഡെമിലേക്ക് ഇഷ്ടമാണോ? എനിക്ക് ഒത്തിരി ഇഷ്ടാ. എങ്കിൽ നമുക്ക് ഒരു ഡാൻസ് കണ്ടാലോ? להודות לאדוני ולזמר לשמחה עליון, להגיד בבוקר חסדך ואמונתך בלילות. עשור ועלי נווה, עלי היגיון וחינוך,
כן להגיד בבוקר חסדיך ואמונתך בלילות. എങ്കിൽ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ഡെമിലേക്ക് അതിന്റെ ആൻസർ പറയാമോ? അതിനെന്താ, ചോദിച്ചോളൂ. ബൈബിളിൽ പറയുന്ന ഒരു സംഭവമാണിത്. കഴുത കാരണം ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ട ഒരു വ്യക്തി. എനിക്കൊരു ക്ലൂ തരാവോ? ഇതൊരു പഴയ നിയമത്തിലെ പേരാണ്. എനിക്ക് കിട്ടുന്നില്ലല്ലോ. ബിലേയാം, അതാണ് അതിന്റെ ശരി ഉത്തരം. എങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അതിന്റെ ആൻസർ പറയാവോ? അറിയുമെങ്കിൽ പറയാം. ബൈബിളിൽ ഫേസ് ടു ഫേസ് ആയി നിന്ന് സംസാരിച്ചു എന്ന് പറയുന്ന 2 വ്യക്തികളുടെ പേര്. ഒരു ക്ലൂ തരാമോ? ഒന്ന് ദൈവമാണ്, മറ്റേ ആൾ ആരാണ്? മോശയാണോ? കറക്റ്റ് ആൻസർ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു. നന്മ ചെയ്യുന്നവർ ആരുമില്ല. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു പോയി. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ഈ അധർമ്മികൾക്ക് ബോധമില്ലേ? ഇവർ എന്റെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു. ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല. അവിടെ അവരെ പരിഭ്രാന്തി പിടികൂടും. എന്തെന്നാൽ ദൈവം നീതിമാന്മാരോട് കൂടെയാണ്. നിങ്ങൾ ദരിദ്രന്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും. എന്നാൽ കർത്താവ് അവന് അഭയമായുണ്ട്. ഇസ്രായേലിന്റെ വിമോചനം സിയോനിൽ നിന്നു വന്നിരുന്നെങ്കിൽ കർത്താവ് തന്റെ ജനതയുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. എങ്കിൽ കൂട്ടുകാരെ, ഈ ആഴ്ച കളിമുറ്റത്തിൽ ആരുടെ പടമാണ് സെലക്ട് ചെയ്തത് എന്ന് നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാനും കളിമുറ്റത്തിൽ പങ്കെടുക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. എങ്കിൽ കൂട്ടുകാരെ, ഈ ആഴ്ചയിലെ വാർത്തയിലെ താരം ആരാണെന്ന് നോക്കിയാലോ? ഇത്തിരി പൊന്നെ നിന്നെല്ലാം പൊന്നല്ല, കണ്ണാ തുമ്പി കാച്ചന തുമ്പി കാതിൽ കേട്ടതും പാട്ടല്ല. അന്നാരം ഇനി വന്നിരുമ്പോ തന്നെ നാമയ പൊന്നോല
ഉത്തിരി പാടം പച്ച വെച്ച പൂവിക്ക് പൂവണ്ടേ മാനത്ത് ചെമ്പര പൂത്തില്ലേ മാവര പാവിന്റെ പന്നില്ലേ വെള്ളച്ചെന തിങ്ങുണ്ട് പുളിപ്പച്ചുന്റെ പാലുണ്ട് ഒച്ചാകിന്റെ അത്തിന്റെ മത്തറ മാത്തുണ്ട് നെറ്റാലും മാക്കില്ലാട്ടോ ചത്തുന്ന പപ്പിച്ചന പാത്തനം ഈശോ മയ്യ നോക്കിയപ്പോ ഞാൻ അങ്ങ് ചെയ്യിച്ചു ആ മക്കളെ രക്ഷിച്ചനെ. കൂട്ടുകാരെ, ഇന്നത്തെ കളിമുറ്റത്തിലെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിലും നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. Till then, bye.